എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻ ആരും എന്ത് ചെയ്യാറില്ല, മെഡിക്കൽ ഷോപ്പിൻ്റെ ഷോക്കേസിൽ വെക്കാറില്ല. അതുപോലെ തന്നെയാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാലും ഫുഡ് പ്രോഡക്ട്സ് ഒന്നും നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ റാക്കുകളിൽ നമ്മൾ സൂക്ഷിക്കാറില്ല. അത് അറിഞ്ഞു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റോ, ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ വലിയ ഫൈനാണ്. നമ്മുടെ നാട്ടിൽ അത്രത്തോളമൊന്നും ചെക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറേയൊക്കെ വിറ്റ് പോകാറുണ്ട്. പക്ഷേ പാടില്ല എന്നതാണ് കണക്ക്. അതുപോലെയാണ് നിങ്ങളും ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ. കാരണം ഒരു സെയിൽസ്മാൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് പറയുക, ലേണിംഗ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് അയാൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. മാർക്കറ്റിനെ കുറിച്ച്, കസ്റ്റമറുടെ ബിഹേവിയറിനെ കുറിച്ച്, കസ്റ്റമേഴ്സിൻ്റെ മാറി മാറി വരുന്ന ചാലഞ്ചസുകളെ കുറിച്ച്, പെയിൻ പോയിന്റുകളെ കുറിച്ച് നിരന്തരമായിട്ട് പഠിക്കുകയും അപ്ഡേറ്റ് ആവുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു സെയിൽസ്മാൻ്റെ ജോലിയെ പോലെ തന്നെ ഒരു ഭാഗമാണ്. നിങ്ങൾ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ എന്താ സംഭവിക്കുക, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എക്സ്പയർ ആവും. നിങ്ങൾ എക്സ്പയർ ആയി കഴിഞ്ഞാൽ പിന്നെ സ്ഥാപനത്തിൻ്റെ സെയിൽസ് ടീമിൻ്റെ ഷോക്കേസിൽ നിങ്ങളെ വെക്കില്ല. കാരണം യു കനോട്ട് പ്രൊഡ്യൂസ് റിസൾട്ട്. അതുകൊണ്ട് തന്നെ സെയിൽസ്മാൻ എന്ത് ചെയ്യണം, മാർക്കറ്റിൽ നിന്ന് മാത്രം പഠിക്കുകയല്ല, എക്സ്പേർട്ടിൽ നിന്നും ഇൻഡസ്ട്രിയിൽ നിന്നും എല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം.